എല്ലാവർക്കും നമസ്കാരം. BNSSലെ ലാസ്റ്റ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് മൊഡ്യൂൾ. നമുക്ക് BNSSൽ 39ഓളം ചാപ്റ്റർ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ 13ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പോർഷനുമാണ് BNSSലെ 13ാമത്തെ ചാപ്റ്റർ. അതായത് ഇതിനകത്ത് നമുക്കറിയാം FIR തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് കുറേ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ മനസ്സിലാവാതെയുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒക്കെ നമുക്ക് സ്ലോയിൽ പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള പോർഷൻസ് അറസ്റ്റ് പഠിച്ചിട്ടുണ്ട്, സമൻസ് പഠിച്ചു, വാറണ്ട് പഠിച്ചു, സെർച്ച് വാറണ്ട് പഠിച്ചു, അതുപോലെ തന്നെ പിന്നെന്താ സായുധ സേനാംഗങ്ങളുടെ കാര്യം പഠിച്ചു, ഓർഗനൈസബിൾ കേസ് പഠിച്ചു. ഇപ്പോൾ പഠിക്കുന്നത് FIR തുടങ്ങിയ കാര്യങ്ങളാണ്. നോക്കാം. അതിലാദ്യം 173ാമത്തെ വകുപ്പാണ് പഠിക്കാൻ പോകുന്നത്. 173 എന്താണ്? ഇൻഫോർമേഷൻ ഇൻ കൊഗ്നൈസബിൾ കേസസ്. എന്താണ് ഇൻഫോർമേഷൻ ഇൻ കൊഗ്നൈസബിൾ കേസസ്? കൊഗ്നൈസബിൾ കേസുകളിലെ വിവരം. ഇതില് നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, വിവരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം FIR അല്ലെ. FIRുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയണം. ഏതാണ്? സെക്ഷൻ 173 FIR ഏതാണ്? സെക്ഷൻ 173. ക്ലിയർ ആയിട്ട് പഠിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം CRPസിൽ അത് 154 അപ്പൊ FIR 173. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ഒരു കൊഗ്നൈസബിൾ കുറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് കൊടുക്കുന്ന ഏതൊരു വിവരവും എന്ന് പറഞ്ഞാൽ ഒരു പരാതി കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന ഏതൊരു വിവരവും എന്ത് ചെയ്യാം? കൊടുക്കുന്ന ഏതൊരു വിവരവും ഓക്കെ. അപ്പോൾ ഏതൊരു വിവരം എന്ത് ചെയ്യാം? കുറ്റകൃത്യം ചെയ്ത പ്രദേശം ഏതാണെങ്കിലും അതൊരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് വാക്കാലോ ഇലക്ട്രോണിക് ആശയവിനിമയം വഴിയോ നൽകാവുന്നതാണ്. അപ്പോൾ വാക്കാലോ ഇലക്ട്രോണിക് ആശയവിനിമയം വഴിയോ നൽകാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് ഒരാൾ പരാതിയുമായി പോവുകയാണ്. എന്നിട്ടത് വാക്കാലോ ഇലക്ട്രോണിക് ആശയവിനിമയം വിളിച്ചാൽ എഴുതി കൊടുക്കാം, വാക്കാൽ പറയാം, ഓൺലൈനിലൂടെ അയച്ചും കൊടുക്കാം. അപ്പം അത് കുറ്റകൃത്യം ചെയ്ത പ്രദേശം ഏതാണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 0 FIR എന്നൊരു പോയിന്റ് കൂടെ നമുക്ക് അവിടെ എടുക്കാം. ഇതാണ് 0 FIR. മനസ്സിലായോ? കാരണം 0 FIR എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. 0 FIR എന്ന് പറഞ്ഞാൽ എന്താണ്? 0 FIR എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്ന സ്ഥലം ഏതാണെങ്കിലും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനോടും ഒരു വ്യക്തിക്ക് എവിടെ വെച്ച് വേണോ പരാതി നൽകാം. അത് FIR ഇട്ട് അന്വേഷിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്പർ ഇടില്ല. കാരണം നമ്പർ അതാത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്പർ ഇട്ട് അന്വേഷിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് 0 FIR. ഇവിടെ പറയുന്നത് ഒരു പരാതി ഒരാൾ വാക്കാൽ കൊടുത്താൽ അത് എന്ത് ചെയ്യും? എഴുതിയെടുത്ത് അന്വേഷിക്കും എന്ന് പറയുന്നു. വാക്കാൽ നൽകുന്നതാണെങ്കിൽ അയാളോ അയാളുടെ നിർദ്ദേശത്തിന് കീഴിലോ എഴുതേണ്ടതാണ്. അയാളോ അയാളുടെ നിർദ്ദേശത്തിന് കീഴിലോ എന്ന് വെച്ചാൽ ഈ മേലുദ്യോഗസ്ഥനോ അയാളുടെ നിർദ്ദേശത്തിന് കീഴിൽ എഴുതേണ്ടതും വിവരം കൊടുക്കുന്ന ആളെ അത് വായിച്ച് കേൾപ്പിക്കേണ്ടതുമാണ്. ഈ വിവരം കൊടുക്കുന്ന ആളിന് അത് വായിച്ച് കേൾപ്പിക്കേണ്ടതുമാകുന്നു. അങ്ങനെ കൊടുക്കുന്ന ഏതൊരു വിവരവും എഴുതി നൽകുന്നതോ മുകളിൽ പറഞ്ഞതുപോലെ എഴുതി രേഖപ്പെടുത്തിയതായാലും അത് നൽകുന്ന ആൾ ഒപ്പിടേണ്ടതാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ, നമ്മളൊരു പരാതിക്കാരൻ വന്നാൽ അയാൾ പറയുന്നത് പോലെ പോലീസുകാർ എഴുതിയെടുക്കും. എഴുതി കൊടുത്തിട്ട് അയാളോട് പറയും, നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണോ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കാൻ പറയും. എന്നിട്ട് അയാൾ ഓക്കെ ആണെങ്കിൽ അതിൽ ഒപ്പിടേണ്ടതാണ്. ഇലക്ട്രോണിക് ആശയവിനിമയ മാർഗം വഴി നൽകുന്ന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടതും ആ വിവരം നൽകിയ വ്യക്തിയിൽ നിന്നും 3 ദിവസത്തിനകം റെക്കോർഡ് ചെയ്യുകയും ഒപ്പിട്ട് വാങ്ങേണ്ടതുമാണ്. ഇനി ഇലക്ട്രോണിക് ആശയവിനിമയ മാർഗം വഴിയാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യേണ്ടതും ആ വിവരം നൽകിയ വ്യക്തിയെ 3 ദിവസത്തിനകം വിളിച്ചെന്ത് ചെയ്യണം? ഒപ്പിട്ട് വാങ്ങണം. 3 ദിവസത്തിനകം. കാരണം എന്താ? അയാൾ നേരിട്ടല്ല വന്നത്, ഏതെങ്കിലും ഓൺലൈൻ വഴിയായിരിക്കും, മെയിലിലൂടെയോ എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 ദിവസത്തിനകത്ത് അയാളെ വിളിച്ചെന്ത് ചെയ്യണം? മൊഴി രേഖപ്പെടുത്തണം. അതിൻ്റെ സാരം സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രസ്തുത പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിവരത്തെ അവിടുത്തെ റെക്കോർഡ് ബുക്കിൽ ചേർക്കണം. റെക്കോർഡ് ബുക്കിൽ ഇപ്പോൾ GD ബുക്ക് ആകാം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ, അത് അവിടുത്തെ GD ബുക്കിൽ രേഖപ്പെടുത്തണം. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ GD ബുക്കിൽ റെക്കോർഡ് ബുക്കിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നേരിട്ടാണെങ്കിൽ എടുക്കാം, ഓൺലൈനിലൂടെ വന്നാലും അത് 3 ദിവസത്തിനകം ഒപ്പിട്ടെടുക്കാം. 3 ദിവസം ഒന്ന് ഓർമ്മിച്ച് വെച്ചോളണം. 3 ദിവസത്തിനകം ഒന്ന് ഓർമ്മിച്ച് വെക്കണം കേട്ടോ.
അടുത്തത്, എന്നാൽ 2023 ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ 64 മുതൽ 124 വരെ, 64, 65, 66, 67 തുടങ്ങിയ 124 വരെ വകുപ്പുകൾ സ്ത്രീകളുടെ കുറ്റമാണ്, അല്ലെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറ്റമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്രകാരമുള്ള വിവരം ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥയോ തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ സ്ത്രീകളാണ് പരാതിയുമായി നൽകുന്നതെങ്കിൽ അത് റെക്കോർഡ് ചെയ്യേണ്ടത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ആയിരിക്കണം. 2023 ഭാരതീയ ന്യായ സംഹിതയിലെ 64 മുതൽ 124 പ്രകാരമുള്ള ഒരു കുറ്റം ആർക്കെതിരെയാണോ നടന്നിട്ടുള്ളത്, ആർക്കെതിരെ എന്ന് പറഞ്ഞാൽ സ്ത്രീ, ആ വ്യക്തി മാനസികമായോ ശാരീരികമായോ വൈകല്യമുള്ള വ്യക്തിയാണെങ്കിൽ, അപ്പൊ ഈ സ്ത്രീക്കെതിരെയാണല്ലോ കുറ്റകൃത്യം നടന്നത്, സ്ത്രീക്ക് മാനസികമോ ശാരീരികമോ വൈകല്യമുള്ള ആണെങ്കിൽ ഒരിക്കലും അവരെ വിളിച്ചു വരുത്തരുത്. കണ്ടോ, അവരെ അവരുടെ വാസസ്ഥലത്തോ അല്ലെങ്കിൽ അവൾ തിരഞ്ഞെടുക്കുന്ന സൗകര്യപ്രദമായ മറ്റു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യണം, ഒരു വ്യാഖ്യാതാവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ, അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് പ്രത്യേക വിദ്യാഭ്യാസം നൽകുന്ന ആളിൻ്റെയോ സാന്നിധ്യത്തിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തും. അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്ത് ചെയ്യാം, ഈ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. മനസ്സിലായോ? അപ്പം വ്യാഖ്യാതാവിൻ്റെയോ അതിൽ സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യാം, മൊഴി രേഖപ്പെടുത്താം. അപ്രകാരം വിവരം രേഖപ്പെടുത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കേണ്ടതാണ്. അപ്രകാരം വിവരം രേഖപ്പെടുത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കേണ്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയുടെ മൊഴി കഴിയുന്നത്ര പെട്ടെന്ന് 183 വകുപ്പിലേക്ക്, അല്ലെ, 1 ഖണ്ഡപ്രകാരം മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡാക്കണം. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ മൊഴി എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം. കാരണം എന്താ, കുറ്റസമ്മതവും സ്റ്റേറ്റ്മെന്റും എന്ന് പറയുന്ന ഒരു മൊഴി 183 വകുപ്പിൽ പറയുന്നു. കുറ്റസമ്മതവും സ്റ്റേറ്റ്മെന്റും നമുക്ക് പഠിക്കാനുണ്ട് 183. അപ്പോൾ അത് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിനെ കൊണ്ട് എന്ത് ചെയ്യണം, റെക്കോർഡാക്കിക്കണം. ഈ വ്യക്തിയെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം. ഉപവകുപ്പ് 1 പ്രകാരം രേഖപ്പെടുത്തിയ വിവരത്തിന്റെ ഒരു പകർപ്പ് വിവരം കൊടുക്കുന്നയാൾക്ക് അല്ലെങ്കിൽ ഇരയ്ക്ക് സൗജന്യമായി നൽകണം. നമ്മൾ എന്തൊക്കെയാണോ രേഖപ്പെടുത്തിയത് അത് വിവരം നൽകിയ ആ വ്യക്തിക്ക് സൗജന്യമായി നൽകണം. ഈ എടുത്ത മൊഴിയെ പറഞ്ഞ പേരാണ് FIS. അപ്പോൾ പോലീസ് ആദ്യം FIR ഇട്ടിട്ട് ആദ്യം എടുക്കുന്ന മൊഴിയാണ് FIS എന്ന് പറയും. കേട്ടോ, FIS, ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ഇത് FIS, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. 175 വകുപ്പിൽ അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾക്ക് മുൻവിധികളില്ലാതെ 3 വർഷമോ അതിൽ കൂടുതലോ എന്നാൽ 7 വർഷത്തിൽ കുറവോ 327 ആയിട്ടുള്ള ഒരു കോഗ്നൈസബിൾ കുറ്റകൃത്യത്തെ പറ്റി വിവരം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷന്റെ ചുമതല ഉദ്യോഗസ്ഥന് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ഗൗരവവും കണക്കിലെടുത്ത് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യാം, അത് അന്വേഷിക്കാം. എന്തൊക്കെ നോക്കണമെന്നാണ്. അപ്പം 175 വകുപ്പ് പോലീസിന്റെ പൂർണ്ണ അധികാരത്തെ പറ്റി പറയുന്ന വകുപ്പാണ് 175. അത് നമുക്ക് പിന്നെ പോവാം. ഇപ്പൊ 173 ക്ലോസ് 3 പറഞ്ഞിരിക്കുന്നത് 3 മുതൽ 7 വർഷം വരെയുള്ള കോഗ്നൈസബിൾ കുറ്റവും ഇത്തിരി ഗൗരവ സ്വഭാവമുള്ള കുറ്റവുമാണെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് മുൻകൂർ അനുമതി വാങ്ങിക്കൊണ്ട് എന്ത് നോക്കണം, ഈ വിഷയത്തിൽ നടപടിയെടുക്കുന്നതിന് പ്രഥമ ദൃഷ്ട്യാ കേസ് നിലവിലുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിനുള്ള പ്രാഥമിക അന്വേഷണം 14 ദിവസത്തിനുള്ളിൽ വിചാരണ നടത്താം. 14 ദിവസം, അതായത് 14 ദിവസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 14 ദിവസത്തിനുള്ളിൽ കേസ് നിലവിലുണ്ടോ, അതായത് തന്ന പരാതി ഉണ്ടോ അതോ കള്ളപ്പരാതിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്, പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാവുന്നതാണ്. പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെങ്കിൽ അന്വേഷണം, അപ്പം 14 ദിവസത്തിൽ അന്വേഷിക്കണം. കേസ് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, കേസ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. ഇനി 1-ാം വകുപ്പിന് പരാമർശിക്കുന്ന വിവരം രേഖപ്പെടുത്തുന്ന ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ, അപ്പോൾ ഈ പരാതിയുമായി കൊണ്ടുകൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ അത് എടുക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ ആ വ്യക്തിക്ക് വിവരം എഴുതി പോസ്റ്റ് വഴിയും ബന്ധപ്പെട്ട പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ വിവരം എന്ത് ചെയ്യാം, പോസ്റ്റ് വഴി ബന്ധപ്പെട്ട പോലീസ് സൂപ്രണ്ടിന് അയച്ചു കൊടുക്കാം. മനസ്സിലായോ? SP-ക്ക് അയച്ചു കൊടുക്കാം. പ്രസ്തുത വിവരങ്ങളിൽ നിന്ന് പോലീസ് സൂപ്രണ്ടിന് ഒരു കോഗ്നൈസബിൾ കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതായി ബോധ്യമാകുന്നുവെങ്കിൽ, അങ്ങനെ പോലീസ് സൂപ്രണ്ടിനും തോന്നുകയാണ് ഇതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ആ കേസ് സ്വയം അന്വേഷണം നടത്തുകയും അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോട് അന്വേഷണം നടത്തുവാൻ നിർദ്ദേശിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ അദ്ദേഹം തന്നെ പോലീസ് സൂപ്രണ്ടിനെ നേരിട്ട് അന്വേഷിക്കണം, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോട് അന്വേഷണം നടത്തുവാൻ സ്വയം നിർദ്ദേശിക്കുകയും ചെയ്യാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അയാൾ എടുത്തില്ല, അതുകൊണ്ട് നേരെ കൊണ്ടുവന്ന് SP-ക്ക് കൊടുത്തു. അപ്പോൾ SP ഒന്നുകിൽ ആ കേസ് നേരിട്ടെടുക്കുക അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള വേറൊരു ഉദ്യോഗസ്ഥനെ ഇത് ഏൽപ്പിക്കുക.
ആ ഉദ്യോഗസ്ഥന് ആ കുറ്റം സംബന്ധിച്ച് ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന്റെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഏത് സ്റ്റേഷനിലാണോ കേസ് എടുക്കാത്തത് ആ സ്റ്റേഷനിലുള്ള പോലീസിന്റെ അധികാരം തന്നെയായിരിക്കും SP നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനും ആ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ SP വിടുന്ന ഉദ്യോഗസ്ഥൻ ആ സ്റ്റേഷനിൽ പോയി അന്വേഷിക്കണം. കാരണം എന്താ, മറ്റേ ഉദ്യോഗസ്ഥൻ എടുക്കാത്തതുകൊണ്ടാണല്ലോ SP വിട്ട ഉദ്യോഗസ്ഥൻ പോകുന്നത്. അത്രയേ ഉള്ളൂ അവിടെ പറയുന്നത്. ആ വ്യക്തിക്ക് ഇത്തരം നടപടിക്രമങ്ങളിൽ തൃപ്തിയില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാം. ഇനി ഇതിലും ഈ പോലീസിനും SP ഒക്കെ കൊടുത്തിട്ടും തൃപ്തിയില്ല എങ്കിൽ ആർക്ക് കൊടുക്കാം? ആ സങ്കടക്കാരനായ വ്യക്തിക്ക്, അതായത് ഈ പരാതിക്കാരന് എന്ത് ചെയ്യാം? മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാമെന്ന് പറയും. അടുത്തത് 174. അപ്പം 173 പഠിച്ചു. ഇനി 174. കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവും. കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകളിൽ കൊടുക്കുന്ന വിവരവും അങ്ങനെയുള്ള കേസുകളുടെ അന്വേഷണവുമാണ്. അപ്പോൾ കൊഗ്നൈസബിൾ അല്ലാത്ത കേസുകൾ എന്ന് പറഞ്ഞാൽ നോൺ കൊഗ്നൈസബിൾ കേസുകളിലാണ്. അതെങ്ങനെയാണ്? ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥരെ ആ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിൽ, അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? SHO, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ആ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിൽ ഒരു കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം ചെയ്തിട്ടുള്ളതായി വിവരം ലഭിച്ചാൽ, കൊഗ്നൈസബിൾ അല്ലാത്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്? നോൺ കൊഗ്നൈസബിൾ കുറ്റം വിവരം ലഭിച്ചാൽ കേസ് ഡയറിയിൽ ആ വിവരത്തിന്റെ സാരം ചേർക്കണം. എന്നിട്ട് വിവരം കൊടുക്കുന്ന ആളെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞേക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊഗ്നൈസബിൾ കേസാണെങ്കിൽ പോലീസിന് കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിക്കാം. പക്ഷേ നോൺ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ പോലീസിന് പൂർണ്ണമായി അന്വേഷിക്കാൻ പറ്റില്ല, പൂർണ്ണ അധികാരമില്ല. കാരണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും വാറണ്ട് വേണം. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞേക്കണം. ആദ്യത്തെ പോയിന്റ് എന്താണ്? മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞേക്കണം. 2, അത്തരം എല്ലാ കേസുകളുടെയും ദൈനംദിന ഡയറി റിപ്പോർട്ട് 2 ആഴ്ചയിലൊരിക്കൽ മജിസ്ട്രേറ്റിന് കൈമാറുകയും ചെയ്യണം. അപ്പോൾ ഈ ഡയറി റിപ്പോർട്ട് എന്ത് ചെയ്യണം? 2 ആഴ്ചയിലൊരിക്കൽ മജിസ്ട്രേറ്റിന് കൈമാറണം. നമ്മൾ എന്തൊക്കെയാണ് ഇങ്ങനത്തെ നോൺ കൊഗ്നൈസബിൾ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയിക്കണം. ഇനി യാതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു കൊഗ്നൈസബിൾ അല്ലാത്ത കേസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ പോലീസ് അന്വേഷണം നടത്താൻ പാടില്ല. നമ്മൾ പറഞ്ഞല്ലോ, നോൺ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ അന്വേഷണം നടത്താൻ പാടുള്ളതല്ല എങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞയക്കുന്നത്. എന്നാൽ മജിസ്ട്രേറ്റിൽ നിന്ന് ഉത്തരവ് കിട്ടുന്ന ഏതെങ്കിലും പോലീസ് വരുന്നു. അപ്പം മജിസ്ട്രേറ്റിൽ നിന്ന് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? പോലീസ് സ്റ്റേഷനിലെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കൊഗ്നൈസബിൾ കേസ്, കണ്ടോ അതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, കൊഗ്നൈസബിൾ കേസിൽ പ്രയോഗിക്കാവുന്ന അതേ അധികാരങ്ങൾ തന്നെ ഇവിടെയും ഉപയോഗിക്കാം. മജിസ്ട്രേറ്റ് അനുമതി തരണമെന്നേ ഉള്ളൂ. അപ്പം നോൺ കൊഗ്നൈസബിൾ കേസ് ആയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. എങ്കിൽ ഇത് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴികെ ഒറ്റ കാര്യമേ ഉള്ളൂ, വാറണ്ട് കൂടാതെ മാത്രം അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത്, ഒരു കേസ് 2 അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നു. ഇനി ഒരു കേസ് 2 അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നു. ഒരു കേസ് ഇടുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ സെക്ഷൻ 100, സെക്ഷൻ 105, സെക്ഷൻ 137 ഇങ്ങനെയൊക്കെ തരും. ഒരാളെ അടിച്ചു, ഒരാളെ ഓടിച്ചു, ഒരാളെ പേടിപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ കൊഗ്നൈസബിൾ ആയാൽ, നമ്മൾ ഇട്ട് വരുന്ന സെക്ഷൻ ആണല്ലോ കൊഗ്നൈസബിൾ നോൺ കൊഗ്നൈസബിൾ, അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷൻ എന്തായാൽ കൊഗ്നൈസബിൾ ആയാൽ മറ്റു കുറ്റങ്ങൾ കൊഗ്നൈസബിൾ അല്ലാത്തവയാണെന്നിരുന്നാലും, അപ്പം മറ്റു കുറ്റങ്ങൾ കൊഗ്നൈസബിൾ അല്ല എങ്കിലും ആ കേസ് കൊഗ്നൈസബിൾ കേസായി കരുതപ്പെടാം. അപ്പോൾ മനസ്സിലായോ? മറ്റു കുറ്റങ്ങളല്ല എങ്കിലും ആ കേസ് കൊഗ്നൈസബിൾ ആയി തന്നെ കരുതപ്പെടാം. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാൻ പോലും, നോൺ കൊഗ്നൈസബിൾ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അയാളെ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറഞ്ഞയക്കുക. മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കിട്ടിയാൽ നമുക്ക് അന്വേഷിക്കുന്നതിനിടയിൽ ഇത് കൊഗ്നൈസബിൾ ആണോ നോൺ കൊഗ്നൈസബിൾ ആണോ നമുക്ക് അറിയാം. നോൺ കൊഗ്നൈസബിൾ ആണല്ലോ നമ്മൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് വിട്ടത്. ഇനി ചില കേസുകൾ മജിസ്ട്രേറ്റിന്റെ അടുക്കൽ വിടും മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് 2-ലധികം അല്ലെങ്കിൽ 1, 2, 3 സെക്ഷനുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും കൊഗ്നൈസബിൾ ആയാൽ ബാക്കി എല്ലാം എന്തായി കരുതപ്പെടും? കൊഗ്നൈസബിൾ കേസായി കരുതപ്പെടും. അപ്പം 173 പഠിച്ചു, 174 പഠിച്ചു. അടുത്തത്, കൊഗ്നൈസബിൾ കേസുകൾ അന്വേഷണം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. കൊഗ്നൈസബിൾ അന്വേഷണം ഞാൻ പറഞ്ഞു 173 പോലീസിന് സിമ്പിളായിട്ട് അന്വേഷിക്കാൻ പറ്റുന്നത്. ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ആ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിലുള്ള തദ്ദേശ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന് ആ സ്റ്റേഷന്റെ അതിർത്തിക്കുള്ളിലുള്ള തദ്ദേശ പ്രദേശത്ത് അധികാരമുള്ള കോടതിക്ക് 14 അടുത്ത അധ്യായമാണ്
14-ാം അധ്യായത്തിലെ വ്യവസ്ഥകൾക്ക് കീഴിൽ അന്വേഷണ വിചാരണ നടത്തുന്നതോ വിചാരണ ചെയ്യുന്നതിനോ ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ ഏതെങ്കിലും കൊഗ്നൈസബിൾ കേസിൽ അന്വേഷണം നടത്താം. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒരു നോൺ കൊഗ്നൈസബിൾ കേസാണെങ്കിൽ മാത്രമാണ് മജിസ്ട്രേറ്റിന്റെ പൂർണ്ണ അധികാരം വേണ്ടത്. പക്ഷേ ഒരു കൊഗ്നൈസബിൾ കുറ്റമാണ് വന്നതെങ്കിൽ ലാസ്റ്റ് പോയിന്റ് കണ്ടോ, ഉത്തരവില്ലാതെ, മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ ഏതെങ്കിലും കൊഗ്നൈസബിൾ കേസ് എന്ത് ചെയ്യാം, അന്വേഷണം നടത്താവുന്നതാണ്. കൊഗ്നൈസബിൾ കേസിൽ അന്വേഷണം നടത്താം. എന്നാൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും ഗൗരവവും കണക്കിലെടുത്ത് പോലീസ് സൂപ്രണ്ടിന് ആരെ ഏൽപ്പിക്കാൻ കേസ്, ഡിവൈഎസ്പിയോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടാം. ഡിവൈഎസ്പിയോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടാം. എന്താണ് കാര്യം, ഇത് പ്രമാദമായ കേസുകൾ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ പൊതുജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കേസാണെങ്കിൽ അത് ഡിവൈഎസ്പിയോട് അന്വേഷിക്കാൻ എസ്.പിക്ക് ആവശ്യപ്പെടാം. അല്ലാത്ത പക്ഷം പോലീസുകാരനെ സ്വന്തമായിട്ട് അന്വേഷിക്കാം. ഇവിടെയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അങ്ങനെയുള്ള ഏതെങ്കിലും കേസിലെ യാതൊരു നടപടിയും, അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ ഉദ്യോഗസ്ഥന്റെ അങ്ങനെയുള്ള ഏതെങ്കിലും കേസിലെ യാതൊരു നടപടിയും ആ കേസ് അന്വേഷണം നടത്താൻ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് ഈ വകുപ്പിന് കീഴിൽ അധികാരം നൽകപ്പെടാത്ത ഒന്നാണെന്ന കാരണത്തിന്മേൽ ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഒരു പോലീസുകാരൻ ഒരു കൊഗ്നൈസബിൾ കുറ്റം എടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും ഒരു വ്യക്തിക്കും ഒരു മജിസ്ട്രേറ്റിനും അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. പോലീസിന്റെ പൂർണ്ണ അധികാരമാണ് 175 പറയുന്നത്. കൊഗ്നൈസബിൾ കേസിൽ മാത്രം ഏതെങ്കിലും മജിസ്ട്രേറ്റിന് 173 ക്ലോസ് 4 വകുപ്പ് പ്രകാരം 173 ക്ലോസ് 4 എന്താണെന്ന് പറഞ്ഞാൽ 173 ക്ലോസ് 4 എന്താണ് പറയുന്നത്, നമുക്ക് ഒരു കേസിൽ പരാതി തൃപ്തി വന്നില്ലെങ്കിൽ മേലുദ്യോഗസ്ഥന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എസ്.പിക്ക്. അതാണ് ഇവിടെ പറയുന്നത്. പ്രകാരം നൽകിയ അപേക്ഷയും പിന്തുണയ്ക്കുന്ന സത്യവാങ്മൂലവും ഇത് സംബന്ധിച്ച് പോലീസ് ഓഫീസർ സമർപ്പിച്ച നിർദ്ദേശം പരിഗണിച്ച ശേഷം ആവശ്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണ വിചാരണ നടത്തുകയും മുകളിൽ പറഞ്ഞ ഒരു അന്വേഷണം നടത്താൻ ഉത്തരവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് എടുത്തില്ല എങ്കിൽ അതിൻ്റെ എന്താണ് കാരണമെന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് മുന്നോട്ട് പോകാൻ അന്വേഷണം നടത്താം, അല്ലെങ്കിൽ ഉത്തരവ് ചെയ്യാവുന്നതാണ്. ഇനി മജിസ്ട്രേറ്റിന് ഒരു പബ്ലിക് സർവന്റിനെതിരായി ലഭിക്കുന്ന പരാതിന്മേൽ, പബ്ലിക് സർവന്റിനെതിരായാണല്ലോ മജിസ്ട്രേറ്റിന് പരാതി കിട്ടുന്നത്. എന്താണ്, ഇയാൾ ഇങ്ങനെ ചെയ്തില്ല, ഇയാളിൻ്റെ പരാതി വാങ്ങിയില്ല, ഇയാൾ അത് ചെയ്തില്ല എന്നൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സംഭവത്തിൻ്റെ വസ്തുതകളും സാഹചര്യങ്ങളും അടങ്ങുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് സ്വീകരിക്കാം. അപ്പോൾ സംഭവത്തിൻ്റെ വസ്തുതകളും സാഹചര്യങ്ങളും അടങ്ങുന്ന റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് സ്വീകരിക്കുന്നു. അപ്പോൾ ഇയാളിന് റിപ്പോർട്ട് വാങ്ങും. എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥൻ അത് അന്വേഷിച്ചില്ല, എനിക്ക് റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് മേലുദ്യോഗസ്ഥനിൽ നിന്ന് മജിസ്ട്രേറ്റ് റിപ്പോർട്ട് വാങ്ങും. സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ച് പൊതുപ്രവർത്തകൻ വാദങ്ങൾ പരിഗണിച്ച ശേഷം, പൊതുപ്രവർത്തകന്റെ വാദങ്ങൾ പരിഗണിച്ച ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഒരു 175 പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പൂർണ്ണ അധികാരമാണ് ഇവിടെ പറയുന്നത്. അധികാരത്തിൽ എന്തൊക്കെ പറഞ്ഞു, ഒരു കൊഗ്നൈസബിൾ കേസാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള അധികാരമുണ്ട്, പവറുണ്ട്, അന്വേഷിക്കാം. അടുത്ത് പറഞ്ഞു ഒരു കുറ്റകൃത്യത്തിനുള്ള സ്വഭാവവും ഗൗരവവും കണക്കിലെടുത്ത് പോലീസ് സൂപ്രണ്ടിന് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടാം. അതുപോലെ പറഞ്ഞു മേലുദ്യോഗസ്ഥനെ കുറിച്ച് പരാതി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, മേലുദ്യോഗസ്ഥനോട് റിപ്പോർട്ട് ചോദിക്കാം, അതിനുള്ള മറുപടി കൊടുക്കുകയും വേണം. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇത്രയുമാണ് 173 174 നമ്മൾ പഠിച്ചു. ക്ലിയർ ആണ്. അടുത്തത് 176 അന്വേഷണം നടത്താനുള്ള നടപടിക്രമം. എന്തൊക്കെ നടപടിക്രമങ്ങൾ? കിട്ടിയ വിവരത്തിൽ നിന്ന് മറ്റ് വിധത്തിലോ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷണം നടത്താൻ 175 വകുപ്പ് പ്രകാരം അധികാരപ്പെടുത്തിയ ഒരു കുറ്റം നടന്നതായി ഏതെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്നുവെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഉടനടി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് അയക്കണം. അപ്പോൾ 175 വകുപ്പ് നിങ്ങൾ കൊഗ്നൈസബിൾ കുറ്റമാണ്. കൊഗ്നൈസബിൾ കുറ്റത്തിൽ പോലീസ് ധൈര്യമായിട്ട് FIR ഇടാം. ധൈര്യമായിട്ട് FIR ഇട്ട് കഴിഞ്ഞാൽ ഈ കാര്യം ആരെ അറിയിക്കണമെന്നേ ഉള്ളൂ, മജിസ്ട്രേറ്റിനെ അറിയിക്കണമെന്നാണ് പറയുന്നത്. ശേഷം ആ കേസിന്റെ വസ്തുതകളെയും പരിസ്ഥിതികളെയും കുറിച്ച് അന്വേഷണം നടത്താനും ആവശ്യമുണ്ടെങ്കിൽ കുറ്റക്കാരനെ കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നതിന് ആ സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥൻ ചെല്ലുകയോ അല്ലെങ്കിൽ തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരിൽ അവരെ നിയോഗിക്കുകയോ പ്രത്യേക ഉത്തരവ് മുഖേന ചെയ്യാവുന്നതാണ്. അല്ലെ, ഇതിലേക്ക് നയിക്കുന്ന പദവിക്ക് താഴെയല്ലാത്ത പദവിയിലുള്ള ഒരാളെ ചെല്ലുവാൻ നിയോഗിക്കുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, ഒരു കേസ് മുന്നോട്ട് പോകുന്നു.
ആ കേസ് മുന്നോട്ട് പോയി 175 വകുപ്പിൽ ധൈര്യമായിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞല്ലോ പോലീസിന്. ആ 175 വകുപ്പ് പ്രകാരം അന്വേഷിക്കുമ്പോൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്യണം മജിസ്ട്രേറ്റിന്, നമ്മൾ അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം. പക്ഷേ നോൺ കോഗ്നൈസബിൾ ആണെങ്കിൽ മജിസ്ട്രേറ്റിനോട് ചോദിച്ചിട്ട് അന്വേഷിക്കാൻ പറ്റും. ഇവിടെ അന്വേഷണം നടത്തിയിട്ട് അറിയിച്ചാൽ മതി. അപ്പം ആ സ്ഥലത്ത് പോയി അന്വേഷിക്കാം, അറസ്റ്റ് ചെയ്യാം, കുറ്റക്കാരനെ കണ്ടുപിടിക്കാൻ വേണ്ട നടപടികളൊക്കെ ചെയ്യാം. ഇനി അത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് മുഖേന എന്ത് ചെയ്യാം? ഇതിലേക്ക് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഗൗരവ സ്വഭാവത്തിലല്ലാതിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വിവരങ്ങൾ ഗൗരവമല്ല എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് അല്ലാത്ത പരാതിയാണ്, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് മതിയായ അടിസ്ഥാനമില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ ബേസ് ഇല്ലാത്ത കാര്യമാണെങ്കിലോ ഉദ്യോഗസ്ഥൻ നേരിട്ട് അന്വേഷണം നടത്തുകയോ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ പരാതി വ്യാജ പരാതിയാണെന്നോ കള്ളപ്പരാതിയാണെന്നോ കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ കീഴുദ്യോഗസ്ഥനെ അവിടെ നിയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അന്വേഷണം തുടങ്ങാൻ മതിയായ കാരണമില്ലെന്ന് പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് തോന്നുമെങ്കിൽ അയാൾ ആ കേസ് അന്വേഷണം നടത്താൻ പാടുള്ളതല്ല. അപ്പോൾ മനസ്സിലായോ? പരാതി വ്യാജ പരാതിയോ കള്ളപ്പരാതിയോ ഒക്കെ ആണെങ്കിൽ ഇത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുകൂടെ ഇവിടെ പറയുന്നു. ഒരു ബലാത്സംഗ കുറ്റത്തെ സംബന്ധിച്ച് ഇരയുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നത് അവരുടെ വാസസ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചോ പ്രായോഗികമായി സാധ്യമാകുന്നിടത്തോളം അവരുടെ രക്ഷകർത്താവിൻ്റെയോ അടുത്ത ബന്ധുവിൻ്റെയോ സാന്നിധ്യത്തിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ തന്നെ ചെയ്യണം. അപ്പോൾ ബലാത്സംഗ കേസിൽപ്പെട്ട ഇരയുടെ മൊഴിയെടുക്കാൻ വനിതാ പോലീസ് തന്നെ അവരുടെ സ്ഥലത്ത് പോകണം, അവരുടെ രക്ഷകർത്താവിൻ്റെയോ സാമൂഹ്യ സ്ഥാപനത്തിൻ്റെയോ സാന്നിധ്യത്തിൽ, അല്ലെ പ്രവർത്തകന്റെ സാന്നിധ്യത്തിൽ. കൂടാതെ അത്തരം പ്രസ്താവന എന്തിലൂടെ ചിത്രീകരിക്കാം? മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ശ്രവ്യ ദൃശ്യ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയും രേഖപ്പെടുത്താം. ഓക്കെ, അതുപോലെ വകുപ്പിലെ എയും ബിയും ഖണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയിൽ ഓരോന്നിലും ചാർജുള്ള ഉദ്യോഗസ്ഥൻ തൻ്റെ റിപ്പോർട്ടിൽ ആ വകുപ്പ് താൻ പൂർണ്ണമായി അനുസരിക്കാത്തതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കണം. അപ്പോൾ നമുക്കിവിടെ എയും ബിയും എന്താ പറയുന്നത്? പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് കിട്ടുന്ന വിവരം ഗൗരവം അല്ലെങ്കിൽ അയാൾ അന്വേഷിക്കേണ്ട. ബിയിൽ എന്താ പറഞ്ഞ്? അന്വേഷണം തുടങ്ങാൻ മതിയായ കാരണമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാലും അന്വേഷിക്കേണ്ട. ഈ കാര്യങ്ങളാണ് ഇവിടെ അറിയിക്കേണ്ടത് കേട്ടോ. എയും ബിയും ഖണ്ഡങ്ങളിൽ പറഞ്ഞിട്ടുള്ളവയിൽ ഓരോന്നിലും ചാർജുള്ള ഉദ്യോഗസ്ഥൻ തൻ്റെ റിപ്പോർട്ടിൽ ആ ഉപവകുപ്പ് താൻ പൂർണ്ണമായി അനുസരിക്കാത്തതിനുള്ള കാരണം വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് നമ്മളിത് അന്വേഷിക്കാത്തത്? അപ്പോൾ നമ്മൾ പറയാം അത് കേസിന് വസ്തുതകളില്ലാത്തതുകൊണ്ടാണെന്ന്. അങ്ങനെ വസ്തുതകളില്ലാത്തതുകൊണ്ടാണെങ്കിൽ ആ കാര്യങ്ങൾ എവിടെ രേഖപ്പെടുത്തണം? ദിവസേനയുള്ള ഡയറി റിപ്പോർട്ട് 2 ആഴ്ചയിലൊരിക്കൽ മജിസ്ട്രേറ്റിന് കൈമാറുകയും ചെയ്യണം. ഈ റിപ്പോർട്ട് ഉൾപ്പെടെ ദിവസേനയുള്ള ഡയറി റിപ്പോർട്ട് എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിന് കൈമാറുകയും ചെയ്യണം എന്ന് പറയുന്നു. അടുത്തത്, മുകളിൽ പറഞ്ഞ ബിയിലെ വ്യവസ്ഥകൾ പ്രകാരം വിവരം കൊടുക്കുന്ന ആളെ ആ ഉദ്യോഗസ്ഥൻ സംസ്ഥാന ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി നിർണ്ണയിക്കുന്ന രീതിയിൽ ഉടനടി അറിയിക്കണം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഡയറി റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് 2 ആഴ്ചയൊരിക്കൽ കൈമാറണ്ടേ? മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് ചട്ടങ്ങൾ വഴി അറിയിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അത് അദ്ദേഹത്തെ അറിയിക്കണമെന്നും പറയുന്നുണ്ട്. ഓക്കെ ആണോ? അടുത്തത്, 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ലഭിക്കുമ്പോൾ, ഇനി 7 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ, 7 വർഷത്തിന് എബോവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ എന്ത് ചെയ്യണം? ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ 5 വർഷത്തിനുള്ളിൽ വിജ്ഞാപനം ചെയ്യുന്ന അത്തരം തീയതി മുതൽ കുറ്റത്തിന്റെ ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിന് ഫോറൻസിക് വിദഗ്ധനെ കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഇടയാക്കുക. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഫോറൻസിക് വിദഗ്ധനെ ഏർപ്പാടാക്കണം. എന്തിനാണ്? കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഇടയാക്കണം. അപ്പോൾ 7 വർഷമോ അതിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, വലിയ കുറ്റങ്ങളാണെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് 5 വർഷത്തിനുള്ളിൽ ലാസ്റ്റ് ഇറക്കിയ 5 വർഷത്തിനുള്ള വിജ്ഞാപനം വഴി എന്ത് ചെയ്യണം? അന്വേഷിക്കുകയും വേണം. ആ തീയതി എന്നോട്ട് വന്നോ അന്നോട്ട് അന്വേഷിക്കണം. മാത്രമല്ല ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാനായി ഫോറൻസിക് വിദഗ്ധനെ സ്ഥലത്തെത്തിക്കുകയും വേണം. മൊബൈൽ ഫോണിലോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിലോ ഒക്കെ ഇതെന്ത് ചെയ്യാം? ചിത്രീകരിക്കുകയും ചെയ്യാം. ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയ വിജ്ഞാപനം വഴി ശേഖരിക്കുമ്പോൾ ഫോറൻസിക് വിദഗ്ധനെ ഏർപ്പാടാക്കാമല്ലോ. പക്ഷേ പെട്ടെന്നൊരു ഫോറൻസിക് വിദഗ്ധനെ കിട്ടാത്ത പക്ഷം നമുക്ക് വേണമെങ്കിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് പോലും എന്ത് ചെയ്യാം? ഫോറൻസിക് വിദഗ്ധനോട് സഹായം അഭ്യർത്ഥിക്കാം. ഇത്രയുമാണ് 176 പറയുന്നത്. ഇനി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെ? 176 വകുപ്പിന് കീഴിൽ ഒരു മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുന്ന ഏതൊരു റിപ്പോർട്ടും, ഇനി 176 വകുപ്പിന് കീഴിൽ ഒരു മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുന്ന ഏതൊരു റിപ്പോർട്ടും എന്ത് ചെയ്യാം? അത് സംസ്ഥാന സർക്കാർ അതിലേക്ക് സാമാന്യമോ
പ്രത്യേകമായ ഉത്തരവ് വഴി നിയമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥൻ വഴിയായി സമർപ്പിക്കേണ്ടതാണെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുവെങ്കിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് കേട്ടോ. സമർപ്പിക്കേണ്ടതെന്നല്ല, സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? സമർപ്പിക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ എന്താ പറഞ്ഞേ, 176 വകുപ്പിന് കീഴിൽ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുമല്ലോ റിപ്പോർട്ട്. അതിലെന്ത് ചെയ്യും? സംസ്ഥാന സർക്കാർ അതിലേക്ക് സാമാന്യമോ പ്രത്യേകമായ ഉത്തരവ് വഴി നിയമിക്കുന്ന പോലീസ് മേലുദ്യോഗസ്ഥൻ വഴിയായി അതിന് ഒരു കേസ് ഇരിക്കുന്നു ഒരു സ്റ്റേഷനിൽ. ആ സ്റ്റേഷൻ വലിയ പ്രശസ്തമായ അല്ലെങ്കിൽ വിവാദമായ വലിയൊരു കേസാണെങ്കിൽ അത് സർക്കാർ ചിലപ്പോൾ അത് DYSPയോ SP ഒക്കെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ADGP ആരെ വേണോ ഏൽപ്പിക്കാം, DIG ആരെ വേണോ ഏൽപ്പിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം വഴിയേ ഈ റിപ്പോർട്ട് സമർപ്പിക്കാവും, അദ്ദേഹം അറിയണം. ഇനി മേലുദ്യോഗസ്ഥന് യുക്തമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥന് നൽകാം. മേലുദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നൽകാം താഴെയുള്ള ഉദ്യോഗസ്ഥനോട്. അയാൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അത് കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് FIR ഇട്ടു, അന്വേഷിച്ചു, മേലുദ്യോഗസ്ഥനെ അറിയിച്ചു. അപ്പോൾ മേലുദ്യോഗസ്ഥൻ തൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. ഈ അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്തിയതിന് ശേഷം അത് കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം. 178 അന്വേഷണമോ പ്രാരംഭികമായ അന്വേഷണ വിചാരണയോ നടത്താനുള്ള അധികാരം. അന്വേഷണമോ പ്രാരംഭികമായ അന്വേഷണ വിചാരണയോ നടത്താനുള്ള അധികാരം എങ്ങനെയാണ്? മജിസ്ട്രേറ്റിന് 176 വകുപ്പിൻ കീഴിൽ ഒരു റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയോ യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ ഈ സംഹിതയിൻ കീഴിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ ആ കേസ് സംബന്ധിച്ച് പ്രാരംഭികമായ അന്വേഷണ വിചാരണ നടത്തുകയോ അത് സംബന്ധിച്ച് മറ്റു വിധത്തിൽ വേണ്ടത് ചെയ്യുകയോ ചെയ്യാൻ ആരംഭിക്കാൻ തൻ്റെ കീഴിലുള്ള ഒരു മജിസ്ട്രേറ്റിനെ നിയോഗിക്കുകയോ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ്? 176 വകുപ്പിൽ റിപ്പോർട്ട് ലഭിച്ചാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കാം. ആരോട്? പോലീസിനോട്. അല്ലെങ്കിൽ യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ, അത് യുക്തം ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ ഈ സംഹിതയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ, ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആ കേസ് സംബന്ധിച്ച് പ്രാരംഭികമായ അന്വേഷണ വിചാരണ നടത്തുക എന്ന് പറഞ്ഞാൽ, പ്രഥമമായിട്ടുള്ള അന്വേഷണ വിചാരണ എന്ന് പറഞ്ഞാൽ ഇൻക്വയറി. അന്വേഷണ വിചാരണ നടത്തേണ്ടത് മജിസ്ട്രേറ്റാണ്. നടത്തുകയും അത് സംബന്ധിച്ച് മറ്റു വിധത്തിൽ വേണ്ടത് ചെയ്യണം, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യാൻ ആരംഭിക്കാൻ തൻ്റെ കീഴിലുള്ള തൻ്റെ മജിസ്ട്രേറ്റിനെ നിയോഗിച്ച് ചെയ്യാം. ഒന്നുകിൽ പോലീസിനെ നിയോഗിക്കാം, അല്ലെങ്കിൽ തനിക്ക് തന്നെ അന്വേഷിക്കാം, അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിനോട് നിയോഗിക്കുകയും ചെയ്യാം. മനസ്സിലായോ? 179 സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരം. അപ്പം 179, 180, 181 സാക്ഷികളുമായി റിലേറ്റ് ചെയ്ത സെക്ഷൻസ്. 179, 180, 181. 179 എന്ന് പറഞ്ഞാൽ സാക്ഷികൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം എപ്പോഴാണ്? ഒരു കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പ്രസ്തുത കേസിലെ വസ്തുതകൾ നേരിട്ടറിവുള്ളയാളും തൻ്റെ സ്വന്തം സ്റ്റേഷൻ്റെയോ അതിർത്തിക്കുള്ളിൽ താമസമുള്ളതുമായ ഒരു വ്യക്തിയെ തൻ്റെ മുമ്പാകെ ഹാജരാക്കണമെന്ന് ലിഖിതമായ ഉത്തരവ് വഴി ആവശ്യപ്പെടാം. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട് അറിവുള്ളതായി കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ തൻ്റെ മുമ്പിൽ ഹാജരാകാനായി ലിഖിതമായ ഉത്തരവ് വഴി ആവശ്യപ്പെടാം. അങ്ങനെയുള്ള ആൾ അപ്രകാരം ആവശ്യപ്പെടുന്നത് പോലെ ഹാജരാകേണ്ടതുമാണ്. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം? അപ്രകാരം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നത് പോലെ സാക്ഷി പറയാനായി ഹാജരാകണം. എന്നാൽ ഒരു സ്ത്രീയോ 15 വയസ്സിന് താഴെയുള്ളതോ 60 വയസ്സിന് മുകളിലുള്ളതായ ഒരു പുരുഷനോ, അല്ലെങ്കിൽ മാനസികമോ ശാരീരികമോ ദൗർബല്യമുള്ള ആളോ, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖമുള്ള ആളോ അങ്ങനെയുള്ള വ്യക്തി താമസിക്കുന്ന സ്ഥലത്തല്ല. അപ്പോൾ ഇവരെയൊക്കെ ശാരീരികമായോ മാനസികമായോ ദൗർബല്യമുള്ള ആളോ, 15നും 60നും 15ൽ താഴെയുള്ള കുട്ടിയാകാം, 60ന് മുകളിലുള്ള വയസ്സായ ആളാകാം, അവരെ ഒന്നും ഒരിക്കലും വിളിച്ചു വരുത്തരുത് സ്റ്റേഷനിൽ. അവർ താമസിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് ഹാജരാകാൻ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല. എന്നാൽ അത്തരം ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ സ്വയം തയ്യാറാണെങ്കിൽ അത്തരം വ്യക്തിക്ക് അതിന് അനുമതി നൽകാവുന്നതാണ്. ഇനി സ്വയം വരാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള എന്ത് നൽകാം? അനുമതി നൽകാവുന്നതുമാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങൾ വഴി 1-ാം ഉപവകുപ്പിന് കീഴിൽ എന്തൊക്കെ ചെയ്യാം? തൻ്റെ വസതിയിലല്ലാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് ഹാജരാകുന്ന ഏതൊരാളുടെയും ന്യായമായ ചെലവുകൾ പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ തൻ്റെ വസതിയിലല്ലാതെ മറ്റെവിടെയെങ്കിലുമാണ് ഹാജരാകുന്നതെങ്കിൽ ഇതിൻ്റെ ന്യായമായ ചെലവ് വഹിക്കാൻ ആര് ബാധ്യസ്ഥനാണ്? പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. പോലീസ് അവർക്ക് ചെലവിനുള്ള പൈസ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി മൊഴി തരാനാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ വണ്ടിക്കൂലിയോ അല്ലെങ്കിൽ ആഹാര ചെലവൊക്കെ വഹിക്കേണ്ടതാണ്. 180 സാക്ഷികളെ പോലീസ് വിസ്തരിക്കുന്നത് എപ്പോൾ? അപ്പോൾ സാക്ഷികൾ ആദ്യം വരാൻ പറഞ്ഞു, ഇനി സാക്ഷികളെ വിസ്തരിക്കാൻ പോവുകയാണ്. എങ്ങനെ?
ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് കേസിൻ്റെ വസ്തുതകളും പരിതസ്ഥിതികളും നേരിട്ടറിയാവുന്നതായി സംശയിക്കുന്ന ഏത് വ്യക്തിയെയും വാക്കാൽ വിസ്തരിക്കാം. അപ്പോൾ ഈ വിളിച്ചു വരുന്ന വ്യക്തിയെ പോലീസിന് എങ്ങനെ വിസ്തരിക്കാം? വാക്കാൽ വിസ്തരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ആൾ തന്നെ ഒരു ക്രിമിനൽ ചാർജിനോ അല്ലെങ്കിൽ ഒരു പിഴയ്ക്കോ കണ്ടുകെട്ടലിനോ വിധേയനാക്കാൻ ഇടയുള്ള ചോദ്യങ്ങൾ ഒഴികെ കേസ് സംബന്ധിച്ച് തന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായി ഉത്തരം നൽകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണം? തന്നെ ഒരു ക്രിമിനൽ ചാർജിനോ അല്ലെങ്കിൽ ഒരു പിഴയ്ക്കോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്രിമിനൽ ചാർജിനോ പിഴയ്ക്കോ കണ്ടുകെട്ടലിനോ വിധേയനാക്കാൻ ഇടയുള്ള ചോദ്യങ്ങൾ ഒഴികെ അതായത് ഈ ചോദിച്ചു വരുമ്പോൾ പ്രതി ആരാകരുത്? സാക്ഷി പ്രതിയാകരുത്. സാക്ഷി പറയണേ ഞാൻ വളരെ സ്പീഡിൽ വണ്ടിയിൽ പോയപ്പോഴാണ് ഇത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ ചിലപ്പോൾ സാക്ഷിക്കെതിരെ കേസെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്ഷിയെ കൊടുക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം പോലീസുകാർ ചോദിച്ച് നൽകേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥന് ഈ വകുപ്പിന് കീഴിലുള്ള ഒരു വിസ്താരത്തിനിടയിൽ തനിക്ക് നൽകുന്ന ഏതൊരു മൊഴിയും എഴുതാം, ലിഖിതത്തിലാക്കാം. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് ഈ വകുപ്പിന് കീഴിലുള്ള ഒരു വിസ്താരത്തിനിടയിൽ തനിക്ക് നൽകുന്ന ഏതെങ്കിലും മൊഴി ലിഖിതത്തിലാക്കാവുന്നതും എന്ന് പറഞ്ഞാൽ എഴുതിയെടുക്കാം. അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ആ ഓഫീസർ ആരുടെയെല്ലാം മൊഴിയാണോ രേഖപ്പെടുത്തുന്നത് അവ വെവ്വേറെയായും സത്യസന്ധമായി രേഖപ്പെടുത്തണം. ഇനി ആരുടെയെല്ലാം മൊഴിയാണോ രേഖപ്പെടുത്തുന്നത് വെവ്വേറെയായും സത്യസന്ധമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ ഉപവകുപ്പിന് കീഴിൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ദൃശ്യ ശ്രവ്യ ഇലക്ട്രോണിക് മാർഗങ്ങൾ വഴിയും രേഖപ്പെടുത്താം. എന്ത് ചെയ്യാം? ഓഡിയോ വീഡിയോയിലൂടെയും ഇത് രേഖപ്പെടുത്താം. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ കേസാണെങ്കിൽ അത് വനിതാ പോലീസ് തന്നെ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണമെന്ന് പറയും. 181 പോലീസിന് നൽകുന്ന സ്റ്റേറ്റ്മെന്റുകളും അവയുടെ ഉപയോഗവും. ഈ അധ്യായത്തിന് കീഴിലുള്ള ഒരു അന്വേഷണത്തിനിടയിൽ ഏതെങ്കിലും ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നൽകുന്ന യാതൊരു സ്റ്റേറ്റ്മെന്റും ലിഖിതമാകുന്നുവെങ്കിൽ അത് നൽകുന്നയാൾ ഒപ്പിടേണ്ടതില്ലെന്നും. അപ്പോൾ ഇവിടെ ഒപ്പിടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന സാക്ഷി പറഞ്ഞ മൊഴി സാക്ഷി തന്നെ അവിടെ പോയി ഒപ്പിടേണ്ട ആവശ്യമില്ല. കണ്ടോ? സാക്ഷി ഒപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അത് സംബന്ധിച്ച ഒരു പോലീസ് ഡയറിയിലുള്ളതോ മറ്റു വിധത്തിലുള്ളതോ ആയ യാതൊരു റെക്കോർഡും അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിന്റെയോ റെക്കോർഡിന്റെയോ യാതൊരു ഭാഗവും ഇതിനു ശേഷം വ്യവസ്ഥയിട്ടുള്ള വിധത്തിലല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാക്ഷി കുറേ കാര്യങ്ങൾ മൊഴി കൊടുത്തു, സാക്ഷി അതിൽ ഒപ്പിടണ്ട. ഇനി എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് നൽകിയ സമയത്ത് അന്വേഷണത്തിലായിരുന്ന ഏതെങ്കിലും കുറ്റം സംബന്ധിച്ച ഏതെങ്കിലും അന്വേഷണ വിചാരണയിലോ ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഈ സാക്ഷി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെയോ റെക്കോർഡിന്റെയോ ഒരു ഭാഗവും മറ്റൊരു കാര്യത്തിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ സാക്ഷി പറഞ്ഞത് കോടതിയിൽ തെളിയിക്കണം, അല്ലാതെ ഇത് വെച്ചിട്ട് അന്വേഷിച്ച് ഉപയോഗിച്ച് സാക്ഷിയുടെ മൊഴി വെച്ചിട്ട് അന്വേഷിക്കേണ്ട കാര്യമില്ല. സാക്ഷിയുടെ മൊഴി കോടതിയിൽ തെളിയിക്കണം. നിങ്ങൾ പോലീസുകാർ കണ്ടെത്തിയ വിവരവും സാക്ഷിയുടെ മൊഴിയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നിൽക്കേണ്ടത്. അല്ലാതെ സാക്ഷിയുടെ മൊഴി മാത്രം വെച്ച് മറ്റതിലേക്ക് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണോ മേൽപ്പറഞ്ഞ പ്രകാരം ലിഖിതത്തിലാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഏതെങ്കിലും സാക്ഷിയെ അന്വേഷണ വിചാരണയിൽ പ്രോസിക്യൂഷൻ സാക്ഷിയെ വിളിക്കുമ്പോൾ, ഇനി ഈ സാക്ഷിയെ വിളിക്കുന്നു, പ്രോസിക്യൂഷൻ സാക്ഷിയെ കോടതിയിൽ വിളിക്കുമ്പോൾ അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഭാഗം തെളിയിക്കപ്പെടുന്നുവെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തെളിയിക്കും. സാക്ഷി ചിലപ്പോൾ സത്യം പറയാം, കള്ളം പറയാം. അത് തെളിയിക്കപ്പെടുന്നുവെങ്കിൽ സ്റ്റേറ്റ്മെന്റിന്റെ ഏതെങ്കിലും ഭാഗം അപ്രകാരം ഉപയോഗപ്പെടുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗം സാക്ഷിയുടെ പുനർവിസ്താരത്തിനും, ഇനി പുനർവിസ്താരം വീണ്ടും വിസ്തരിക്കാം, അല്ലെങ്കിൽ അയാളുടെ എതിർ വിസ്താരം എന്ന് പറഞ്ഞാൽ ക്രോസ് വിസ്താരം. അപ്പോൾ പുനർവിസ്താരമാകാം, എതിർ വിസ്താരമാകാം, പരാമർശിച്ചുള്ള ഏതെങ്കിലും വിഷയം വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രവും ഉപയോഗിക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഭാഗം അപ്രകാരം ഉപയോഗപ്പെടുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗം സാക്ഷിയുടെ പുനർവിസ്താരത്തിനും എന്നാൽ അയാളുടെ എതിർ വിസ്താരത്തിൽ പരാമർശിച്ചിട്ടുള്ള ഏതെങ്കിലും വിഷയം വിശദീകരിക്കുന്നതിന് വേണ്ടി മാത്രവും ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പം ഒരു സാക്ഷി ഒരു കാര്യം പറഞ്ഞു, അതിനെ തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യാം? പുനർവിസ്താരത്തിനും മാത്രമല്ല എതിർ വിസ്താരം എന്ന് പറഞ്ഞാൽ ക്രോസ് വിസ്താരത്തിലും എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇപ്പോൾ സാക്ഷി ഒരു കാര്യം പറഞ്ഞു, അത് എതിർഭാഗം വക്കീൽ വന്ന് ചോദിക്കുന്നു, നിങ്ങളത് ചെയ്തില്ലേ, നിങ്ങൾ ഇത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിർ വിസ്താരത്തിൽ പരാമർശിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. കാരണം സാക്ഷി പറയുന്നത് ചിലപ്പോൾ കള്ളമാണെങ്കിൽ എതിർ വിസ്താരത്തിൽ അതിനെ പൊളിക്കാം. ഓക്കെ. പ്രചോദനം നൽകാൻ പാടില്ലെന്ന് പറയുന്നത് 182 പ്രചോദനം നൽകാൻ പാടില്ല. അതായത് സാക്ഷിയെ, അല്ലെങ്കിൽ സാക്ഷി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അയാളോട് ഒരു കാര്യം പറയാനായിട്ട് അയാൾക്ക് ഓഫർ ചെയ്യാൻ പാടില്ല. എന്താണ്?
യാതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ള മറ്റൊരു വ്യക്തിയും 2023 BSAയിലെ 22ാമത്തെ വകുപ്പ് എന്താ പറയുന്നത്? BSAയിലെ 22ാമത്തെ വകുപ്പ് പറയുന്നത് പോലെയുള്ള പ്രചോദനമോ ഭീഷണിയോ വാഗ്ദാനമോ നൽകുകയോ നൽകിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാൻ വേണ്ടി പ്രചോദിപ്പിക്കുന്നു, അയാളെ ഭീഷണിപ്പെടുത്തുന്നു, വാഗ്ദാനം നൽകുന്നു, ഇങ്ങനെയൊന്നും നൽകി പറയിക്കരുത്. എന്നാൽ യാതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയും യാതൊരാളെയും ഏതെങ്കിലും മുന്നറിയിപ്പ് വഴിയോ മറ്റു വിധത്തിലോ ഈ അധ്യായത്തിന് കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണത്തിനിടയിൽ സ്വതന്ത്രമായി സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് നൽകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിൽ നിന്ന് തടയാൻ പാടുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും വ്യക്തി മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്നുവെങ്കിൽ അയാളെ തടയാൻ പാടുള്ളതല്ല. ഇനി പോകാത്ത ആളിനെ നിർബന്ധിക്കുവാനും പാടുള്ളതല്ല. തടയുവാൻ പാടുള്ളതല്ല, നിർബന്ധിക്കുവാൻ പാടുള്ളതല്ല, ഭീഷണിപ്പെടുത്തുവാൻ പാടുള്ളതല്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ പോയി പറഞ്ഞോട്ടെ, വേറെ ആരും അതിൽ പ്രചോദനം നൽകി സമ്മതിപ്പിക്കാൻ പോകരുത് എന്നാണ്. 183 കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെന്റുകളും റെക്കോർഡാക്കുന്നത്. കുറ്റസമ്മതങ്ങളും സ്റ്റേറ്റ്മെന്റുകളും റെക്കോർഡാക്കുന്നത്. കുറ്റസമ്മതം നമുക്കറിയാം. കുറ്റസമ്മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രതി കോടതിയിൽ വന്ന് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ വന്ന് പറയുന്ന മൊഴിയാണ് കുറ്റസമ്മതം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ, ഇപ്പോൾ ഒരു ഇരയായ വ്യക്തി നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആകാം, പ്രതി നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആകാം. ഇതെല്ലാം ഇവിടെ വരുന്നു. ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയിലെ ഏതെങ്കിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്, അപ്പോൾ ഏതെങ്കിലും കുറ്റകൃത്യം നടന്നതിനെ കുറിച്ച് വിവരം കിട്ടിയാൽ ആ ജില്ലയിലെ ഏതെങ്കിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ആ കേസിൽ അധികാരിതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അധികാരം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഈ അധ്യായത്തിന് കീഴിലോ തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിലോ ഉള്ള ഒരു അന്വേഷണത്തിനിടയിലോ അല്ലെങ്കിൽ അതിനുശേഷവും അന്വേഷണ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും സമയത്തോ തന്നോട് നടത്തുന്ന കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെന്റോ റെക്കോർഡാക്കാവുന്നതാണ്. അപ്പോൾ റെക്കോർഡാക്കാവുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ അറിയേണ്ടത് എന്താണ്? ഏതെങ്കിലും കുറ്റകൃത്യം നടന്നാൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് അധികാരമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി ഏതൊരു സ്ഥലത്തും പോയി എന്ത് ചെയ്യാം? മൊഴി കൊടുക്കാം. കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെന്റോ കൊടുക്കുമ്പോൾ അദ്ദേഹം അത് റെക്കോർഡാക്കാം. എന്നാൽ ഈ ഉപവകുപ്പിന് കീഴിൽ നടത്തിയ ഏതെങ്കിലും കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെന്റോ ഒരു കുറ്റത്തിന് ആരോപിതനായ ആളുടെ വക്കീലിന്റെ സാന്നിധ്യത്തിൽ ഓഡിയോ വീഡിയോ മാർഗത്തിലൂടെയും റെക്കോർഡാക്കാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന ആളിന് വേണമെങ്കിൽ അയാളുടെ വക്കീലിന്റെ സാന്നിധ്യത്തിലും ഇത് പറയിക്കാം. ഇത് പറയിക്കാമെന്ന് പറയുന്നു. മാത്രമല്ല തത്സമയം പ്രാബല്യത്തിലിരിക്കുന്ന ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു മജിസ്ട്രേറ്റിന്റെ ഏതെങ്കിലും അധികാരം നൽകപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ യാതൊരു കുറ്റസമ്മതം റെക്കോർഡാക്കാൻ പാടില്ല. ഒരു മജിസ്ട്രേറ്റിന്റെ ഏതെങ്കിലും അധികാരം നൽകപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ പവറുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനോടും കുറ്റസമ്മതം രേഖപ്പെടുത്താൻ പാടില്ല. മജിസ്ട്രേറ്റിന്റെ അധികാരമാണ് ശരി, താഴെ ഉദ്യോഗസ്ഥനായാലും ശരി, മേലെ ഉദ്യോഗസ്ഥനായാലും ശരി, അവിടെ കുറ്റസമ്മതം റെക്കോർഡാക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റസമ്മതം റെക്കോർഡാക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റ് അത് നടത്തുന്ന ആൾക്ക് അയാൾ കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ലെന്നും അയാളോട് പറയണം, നിങ്ങൾ നിയമപരമായി കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല. മാത്രമല്ല അയാൾ അപ്രകാരം നൽകുന്നുവെങ്കിൽ ഇത് അയാൾക്കെതിരെ തെളിവായി ഉപയോഗപ്പെടുത്തുമെന്നും വിശദീകരിച്ചു കൊടുക്കണം. അപ്പം അയാളോട് പറയണം, നിങ്ങൾ നിയമപരമായി കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അപ്പോൾ പറയുന്നില്ല, ഞാൻ പറയുന്നുണ്ട് സാർ, നിർബന്ധമായും പറയുന്നുണ്ട് എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, എങ്കിൽ പറയണം, ഇത് നിങ്ങൾക്കെതിരെ ഞാൻ നാളെ തെളിവായി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടേ കേൾക്കാവൂ. അത് നടത്തുന്ന ആളെ ചോദ്യം ചെയ്യുന്നതിന്മേൽ അത് സ്വേച്ഛയാ നടത്തുന്നതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, പ്രചോദനമോ ഭീഷണിയോ ഒന്നും ഇല്ലാതെയാണ് പറയുന്നതാണെന്ന് തനിക്ക് വിശ്വസിക്കാൻ കാരണമില്ലാത്ത പക്ഷം. അപ്പോൾ മജിസ്ട്രേറ്റിന് തോന്നി ഇതിലെന്തോ പ്രശ്നമുണ്ട്, ഈ പറയുന്നതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റസമ്മതം റെക്കോർഡാക്കാൻ പാടില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ റെക്കോർഡാക്കണ്ട. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാകുന്ന ആൾ കുറ്റസമ്മതം റെക്കോർഡാക്കപ്പെടുന്നതിന് മുൻപ് ഏതെങ്കിലും സമയത്ത്, ഈ കുറ്റസമ്മതം റെക്കോർഡാക്കുന്ന മുമ്പുള്ള ഏതെങ്കിലും സമയത്ത് താൻ കുറ്റസമ്മതം നടത്താൻ ഒരുക്കമല്ലെന്ന് പറയുന്നുവെങ്കിൽ മജിസ്ട്രേറ്റ് അങ്ങനെയുള്ള ആളെ പോലീസ് കസ്റ്റഡിയിൽ തടഞ്ഞു വെക്കാനുള്ള അധികാരം നൽകാൻ പാടില്ല. അപ്പോൾ അയാൾ പറയണ എനിക്കിനി കുറ്റസമ്മതം നടത്താൻ ഒരുക്കമല്ല എന്ന് പറയുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത്. കാരണം എന്താ? അപ്പോൾ മനസ്സിലായോ? പോലീസ് കൊണ്ടുവരുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ കുറ്റസമ്മതം നടത്താൻ വേണ്ടി ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കുറ്റസമ്മതം നടത്താൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞാൽ അയാളെ പോലീസ് കസ്റ്റഡിയിൽ കൊടുത്താൽ പോലീസ് നല്ല ഇടി കൊടുക്കും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? പിന്നെ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യുന്നു? അയാളെ റിമാൻഡ് ചെയ്യാം, ജയിലിലേക്ക് വിടാം. അതാണ് അധികാരം നൽകാൻ പാടില്ല, കസ്റ്റഡിയിൽ വിടാൻ പാടില്ല.
അങ്ങനെയുള്ള കുറ്റസമ്മതം 316 വകുപ്പിൽ കുറ്റാരോപണം ചെയ്യപ്പെട്ട ഒരാളുടെ വിസ്താരം റെക്കോർഡാക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ. അപ്പോൾ അവിടെ പറയുന്നത് ഏത് രീതിയിലാണ് റെക്കോർഡാക്കേണ്ടതും കുറ്റസമ്മതം നടത്തുന്ന ആൾ അത് ഒപ്പിടേണ്ടതും മജിസ്ട്രേറ്റ് അങ്ങനെയുള്ള റെക്കോർഡിൽ ചുവടെ പറയുന്ന അർത്ഥത്തിലുള്ള മെമ്മോറാണ്ടം ചേർക്കണം. ഈ 316 വകുപ്പിൽ കുറ്റാരോപണം ചെയ്യപ്പെട്ട ഒരാളുടെ വിസ്താരം റെക്കോർഡാക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരുടെ എങ്ങനെ റെക്കോർഡ് ചെയ്യും? ഒരു വ്യാഖ്യാതാവിൻ്റെയോ ട്രാൻസ്ലേറ്ററിൻ്റെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അല്ലേ ആ രീതിയിലൊക്കെ അല്ലേ അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഇങ്ങനെ വന്നോ ആ രീതിയിലൊക്കെ റെക്കോർഡ് ചെയ്യണം സാഹചര്യം അനുസരിച്ച്. മാത്രമല്ല കുറ്റസമ്മതം നടത്തുന്ന ആൾ അത് ഒപ്പിടേണ്ടതാണ്. എന്നിട്ട് അത് ഒപ്പിടണം ശരിയാണെന്നുള്ളത്. എന്നിട്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം. എന്താണ്? ഞാൻ ഇന്ന വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ നിയമപരമായി കുറ്റസമ്മതം നടത്താൻ ബാധ്യസ്ഥനല്ല എന്നും. എന്നിട്ടും അയാൾ പറയാൻ റെഡിയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ 1-ാം വകുപ്പിന് കീഴിൽ നൽകിയിട്ടുള്ള കുറ്റസമ്മതമല്ലാത്ത ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെളിവ് റെക്കോർഡാക്കുന്നതിലേക്ക് ഇതിനുശേഷം വ്യവസ്ഥ ചെയ്തിട്ടുള്ളതും മജിസ്ട്രേറ്റിന്റെ അഭിപ്രായത്തിൽ കേസിന്റെ പരിസ്ഥിതിക്ക് ഏറ്റവും യോജിച്ചതുമായ രീതിയിൽ റെക്കോർഡാക്കണം. അതൊന്നും വേണ്ട, മജിസ്ട്രേറ്റിന് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ റെക്കോർഡാക്കണം. മാത്രമല്ല അവരെ കൊണ്ട് ശപഥം ചെയ്യിക്കണം. നമ്മൾ ശപഥം ചെയ്യിക്കാറില്ല, എന്താണ്? ഈ കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വേണം റെക്കോർഡാക്കാൻ. പിന്നെ നേരത്തെ പറഞ്ഞ കേസ് 66, 65, 66, 67 ഒക്കെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ്. ഇതാണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ മൊഴിയെടുക്കണം. അവരുടെ വീട്ടിൽ പോയി ഒരു വ്യാഖ്യാതാവിൻ്റെയോ ട്രാൻസ്ലേറ്ററിൻ്റെയോ രീതിയിൽ തന്നെ ആയിരിക്കണം. പിന്നെ മാത്രമല്ല ഒരു സ്ത്രീയുടെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. സ്ത്രീയാണ് കുറ്റസമ്മതം നടത്താൻ വരികയാണെങ്കിൽ കണ്ടോ. എന്നാൽ അത്തരം സ്റ്റേറ്റ്മെന്റ് പ്രായോഗികമായിടത്തോളം ഒരു വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്. കണ്ടോ. അപ്പോൾ ഈ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുകളാണെങ്കിൽ ഒരു വനിതാ മജിസ്ട്രേറ്റ് തന്നെ രേഖപ്പെടുത്തണം. ഇനി വനിതാ മജിസ്ട്രേറ്റ് ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? ഒരു വനിതാ മജിസ്ട്രേറ്റ് ഇല്ലാത്ത പക്ഷം ആക്കിയണം ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു പുരുഷ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്താം. എന്ന് മാത്രമല്ല 10 വർഷമോ അതിൽ കൂടുതലോ തടവോ ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ മുമ്പാകെ ഹാജരാക്കിയ സാക്ഷിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതുമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഒരുപാട് കിടപ്പുണ്ട്. മാത്രമല്ല ഇതാണ്ടോ ഇവിടെ ഈ സുഖമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, മാനസികമോ ശാരീരികമായി ദൗർബല്യമുള്ള വ്യക്തിയാണെങ്കിൽ അതൊരു ട്രാൻസ്ലേറ്ററിനെ കൊണ്ട് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം. അതിനുള്ള സഹായം മജിസ്ട്രേറ്റ് ചെയ്യേണ്ടതുമാണ്. എന്ന് മാത്രമല്ല ഈ പറയുന്ന മൊഴി എടുക്കുമ്പോൾ അതെന്തിലൂടെ രേഖപ്പെടുത്തണം? ദൃശ്യശ്രവ്യ ഓഡിയോ വീഡിയോയിലൂടെ രേഖപ്പെടുത്തി അത് റെക്കോർഡാക്കുകയും വേണം. പരമാവധി മൊബൈൽ ഫോണിന് മുൻഗണന നൽകിക്കൊണ്ട് റെക്കോർഡാക്കണം. താൽക്കാലികമോ ശാശ്വതമോ മാനസികമോ അല്ലെങ്കിൽ ശാരീരികമായ ദൗർബല്യമുള്ള ഒരാളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മുഴുവൻ വായിക്കുന്നുണ്ട്. വായിച്ചാൽ കൺഫ്യൂഷൻ ആകും. വിചാരണ സമയത്ത് അത് റെക്കോർഡാക്കേണ്ടതില്ല. ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ആളെ എതിർ വിസ്താരം ചെയ്യാവുന്നതാണ്. എതിർ വിസ്താരം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസ് വിസ്താരം ചെയ്യാം. അതായത് ഈ പറഞ്ഞ മൊഴിയും കുറ്റസമ്മതം ഒക്കെ ഓക്കെ, അത് പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യാം? ഇത് വിചാരണ സമയത്ത് ക്രോസ് വിസ്താരം നടത്താം. ഈ വകുപ്പിന് കീഴിൽ ഒരു കുറ്റസമ്മതമോ സ്റ്റേറ്റ്മെന്റോ റെക്കോർഡാക്കുന്ന മജിസ്ട്രേറ്റ് അത് ആ കേസ് അന്വേഷണ വിചാരണ ചെയ്യുകയോ ചെയ്യുന്ന മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇനി അധികാരമില്ലാത്ത മജിസ്ട്രേറ്റാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അധികാരമുള്ള മജിസ്ട്രേറ്റിലേക്ക് എന്ത് ചെയ്യണം? ഇത് അയച്ചു കൊടുക്കണം എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വകുപ്പ് വരെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് 173, 174, 175, 176, 177, 78, 179, 80, 81, 82, 83 ഇത്രയും പ്രയാസമാണിത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നറിയുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ വരും. ഓക്കെ, അതുവരെ നന്നായിട്ട് പഠിച്ചിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.